ഇന്ത്യക്കാർക്ക് കനത്ത തിരിച്ചടിയായി വീണ്ടും ട്രംപിന്റെ പരിഷ്കാരം. H-1B വിസ ഫീസിൽ ഭീമമായ വർധന. ജീവനക്കാർ ഉടനെ മടങ്ങണമെന്നും രാജ്യം വിട്ട് പോകരുതെന്നും കമ്പനികൾ. H-1B വിസയ്ക്കുള്ള വാർഷിക ഫീസ് $1,00,000 ഉയർത്തി ട്രംപ് ഭരണകൂടം. ഏകദേശം 88 ലക്ഷം ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമാണ് ഈ തുക. പരമാവധി $4,500, അതായത് 4 ലക്ഷത്തോളം രൂപ ആയിരുന്ന ഫീസാണ് ഭീമമായി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. US-ലെ ഇന്ത്യൻ തൊഴിലാളികളെ, പ്രത്യേകിച്ച് IT രംഗത്ത് ജോലി ചെയ്യുന്നവരെ ഈ തീരുമാനം ഗുരുതരമായി ബാധിക്കും. അമേരിക്കയിലെ H-1B വിസയുള്ള ഇന്ത്യൻ പ്രൊഫഷണലുകളെ അതീവ ഗുരുതരമായി ബാധിക്കുന്ന പ്രഖ്യാപനമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയിരിക്കുന്നത്. കുടിയേറ്റം നിയന്ത്രിക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായി H-1B വിസയുടെ ഫീസ് പ്രതിവർഷം $1,00,000 വർദ്ധിപ്പിക്കുന്ന പ്രഖ്യാപനത്തിൽ ട്രംപ് ഒപ്പുവെച്ചു. ഇതോടെ പരമാവധി 4 ലക്ഷത്തോളം രൂപ മാത്രം ചെലവായിരുന്ന വിസയുടെ പ്രതിവർഷ ഫീസ് 88 ലക്ഷം രൂപയായി കുതിച്ചുയരും. H-1B നോൺ ഇമിഗ്രന്റ് വിസ പ്രോഗ്രാം രാജ്യത്ത് നിലവിലുള്ള കുടിയേറ്റ സംവിധാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒന്നാണ് എന്നാണ് വൈറ്റ് ഹൌസ് സ്റ്റാഫ് സെക്രട്ടറി വിൽ ഷാർഫ് അഭിപ്രായപ്പെട്ടത്. അമേരിക്കക്കാർ ചെയ്യാത്ത മേഖലകളിൽ ജോലി ചെയ്യുന്ന വളരെ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ US-ൽ പ്രവേശിപ്പിക്കാനാണ് ഈ വിസ സമ്പ്രദായം നേരത്തെ ഏർപ്പെടുത്തിയത്. രാജ്യത്തേക്ക് വരുന്ന കുടിയേറ്റക്കാർ യഥാർത്ഥത്തിൽ ഉയർന്ന വൈദഗ്ധ്യമുള്ളവരാണെന്നും അർഹരായ US പൗരന്മാർക്ക് ജോലി നിഷേധിക്കപ്പെടുന്നില്ലെന്നും ഉറപ്പാക്കാനാണ് ഫീസ് വർധനയെന്നുമാണ് US സർക്കാർ നൽകുന്ന വിശദീകരണം. അതാത് കമ്പനികളാണ് H-1B വിസയ്ക്കുള്ള അപേക്ഷകരെ സ്പോൺസർ ചെയ്യുന്നതിനായി പണം നൽകുന്നത്. എന്നാൽ ഫീസ് ഇത്രയധികം വർദ്ധിച്ച സാഹചര്യത്തിൽ US-ൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ IT കമ്പനികൾ പോലും ഇന്ത്യക്കാർ അടക്കമുള്ള വിദേശികളെ റിക്രൂട്ട് ചെയ്യുന്നത് കുത്തനെ കുറയ്ക്കേണ്ടി വരും. അതേസമയം വിസ ഫീസ് വർദ്ധിപ്പിച്ചതിലൂടെ US ട്രഷറിക്ക് $100 ബില്യൺ അധികം വരുമാനം ലഭിക്കുമെന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ വാദം. ആ തുക നികുതി കുറയ്ക്കാനും കടം വീട്ടാനും രാജ്യം ഉപയോഗിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. നിലവിൽ 3 വർഷമാണ് H-1B വിസയുടെ കാലാവധി. പിന്നീട് 3 വർഷത്തേക്ക് കൂടി പുതുക്കാൻ കഴിയും. പുതിയ പ്രഖ്യാപനം അനുസരിച്ച് ഓരോ വർഷവും ഓരോ കുടിയേറ്റ തൊഴിലാളിക്കും വേണ്ടി കമ്പനി വിസ ഫീസ് ഇനത്തിൽ മാത്രം 88 ലക്ഷം രൂപ വീതം ചെലവാക്കേണ്ടി വരും. ഒരു കമ്പനി ഗ്രീൻ കാർഡിനായി ഒരു ജീവനക്കാരനെ സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ സ്ഥിരതാമസം ലഭിക്കുന്നതുവരെ വിസകൾ പുതുക്കാൻ സാധിക്കും. എന്നിരുന്നാലും US-ൽ ജോലി വിസയുള്ള ഇന്ത്യക്കാർക്ക് ഗ്രീൻ കാർഡിനായി പതിറ്റാണ്ടുകളോളം കാത്തിരിക്കേണ്ടി വരുന്നതാണ് പതിവ്. ഈ നിയമത്തിൽ വേണ്ട ഭേദഗതി ഉണ്ടായില്ലെങ്കിൽ നിലവിൽ അമേരിക്കൻ കമ്പനികളിൽ ജോലി ചെയ്യുന്നവരും ജോലി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കഴിയുന്നവരുമായ ആയിരക്കണക്കിന് ഇന്ത്യക്കാരുടെ ഭാവി ജീവിതമായിരിക്കും അനിശ്ചിതത്വത്തിലാകുക.